വിഷ്ണുവിലേക്കാണ് ഇനി പോകുന്നത്. വിഷ്ണു ഇപ്പോൾ എത്തും. യെസ് വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ദിവസങ്ങളായി ഉണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെയും ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ പ്രേക്ഷകരിലേക്ക് അടക്കം എത്തിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു. ഇപ്പോൾ പോളിംഗ് ദിനം വന്നെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് രാവിലെ തിരക്കുകളൊക്കെ ഉണ്ടോ ബൂത്തുകളിൽ? കാവ്യ, നമ്മളിപ്പോൾ ഉള്ളത് റായ്ബറേലിയിലാണ്. പോളിംഗ് തുടങ്ങി ഏകദേശം അരമണിക്കൂർ പിന്നിടുകയാണ്. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ പിന്നിലുള്ളത് ഇവിടുത്തെ പോളിംഗ് ബൂത്താണ്. ആളുകളൊക്കെ രാവിലെ തന്നെ പോളിംഗിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യ 4 ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് പോളിംഗിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ 5ാം ഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്ര കണ്ട് ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അരമണിക്കൂർ പിന്നിടുമ്പോഴും വലിയ തലത്തിലൊരു ക്യൂ, അത്തരത്തിൽ കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. BJPയുടെ ഭാഗത്തു നിന്നായാലും ഈ ഒരു പോളിംഗ് കുറയുന്നത് മോദി സർക്കാരിന് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യം കൂടിയാണ് കടന്നു പോകുന്നത്. എന്തായാലും 5ാം ഘട്ട പോളിംഗ് രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ ഈ ഒരു 5ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, അതിൽ തന്നെ ഏവരും ഉറ്റുനോക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഇത്തവണ ഉത്തർപ്രദേശിൽ 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി മണ്ഡലം, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി മണ്ഡലം, കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൗ മണ്ഡലം, ഇതിനു പുറമെ കൈസർഗഞ്ച് മണ്ഡലം. കൈസർഗഞ്ചിൽ ഇത്തവണ ബ്രിജ്ഭൂഷൻ്റെ മകനെയാണ് NDA അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. അതുതന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം നമുക്കറിയാം, ബ്രിജ്ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ ആരോപണം വരികയും കേസടക്കം വരികയും വലിയ വിമർശനമുണ്ടായ ഒരു സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിലാണ് ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ മകൻ BJP സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇത്രത്തോളം വലിയ വിവാദങ്ങളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് 5ാം ഘട്ട പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 5ാം ഘട്ട പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതുപോലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടങ്ങളിൽ ഉള്ളതുപോലെ, അതായത് ആദ്യ 4 ഘട്ടങ്ങളിലായിട്ട് 66% മാത്രമാണ് ഒരു പോളിംഗിലേക്ക് എത്തിയത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു പോളിംഗിലേക്ക് തന്നെയായിരിക്കും 5ാം ഘട്ടവും കടക്കുക കാവ്യ. ശരി വിഷ്ണു.